നെയ്യാർ ഡാമിൽ ഇത് വിളവെടുപ്പ് കാലമാണ്. എന്ത് വിളവെടുപ്പെന്നല്ലേ? നെയ്യാർ ഡാം റിസർവയറിലെ കൂട് മത്സ്യകൃഷിയാണ് വിളവെടുക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ എത്തിയാണ് വിളവെടുപ്പിന് തുടക്കം കുറിച്ചത്. മത്സ്യകൃഷി മാത്രമല്ല ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്, ഗോത്രവിഭാഗങ്ങൾക്ക് സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതി കൈവരിക്കുക എന്നതുകൂടിയാണ് ഉദ്ദേശം. നല്ല തരത്തിൽ റിസർവോയറിലെ കൂട് കൃഷി മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ്. റിസർവോയറിലാണ് നെയ്യാർ ഇടുക്കി ബീച്ച്. അതില് നെയ്യാറിന്റെ റിസർവോയിലെ കൃഷി ഇന്നിപ്പോ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞത്. തീരാവുന്നൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. 25,000 സ്ത്രീകൾക്ക്, ചെറുപ്പക്കാരികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. 3 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസത്തെ ട്രെയിനിങ് പരിപാടി 3000-ഓളം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ 25,000-ഓളം ഫിഷർമാന്റെ മക്കൾക്ക് ജോലി കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന ഈ പദ്ധതിക്ക് തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നു. പദ്ധതി പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള സംരക്ഷിത മേഖലയായതിനാൽ വനം വകുപ്പിന്റെ അനുമതിയോടെ മാത്രമേ പദ്ധതി നടപ്പിലാക്കാനാകൂ. എന്നാൽ വനം വകുപ്പിന്റെ അനുമതിയിലടക്കം നേരിട്ട തടസ്സങ്ങൾ നേടിയെടുത്തത് ചർച്ചകളിലൂടെയാണ്. മത്സ്യവകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള എന്ന സ്ഥാപനം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത 14 ഗുണഭോക്താക്കൾക്ക് കേജ് മാനേജ്മെന്റ്, കരിമീൻ, വരാൽ എന്നീ മത്സ്യങ്ങളുടെ പരിപാലനത്തെപ്പറ്റിയും പ്രത്യേക പരിശീലനം നൽകി. 100 ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ഫ്ലോട്ടിംഗ് കേജുകൾ റിസർവോയറിൽ പദ്ധതി പ്രകാരം സ്ഥാപിച്ചു. നെയ്യാർ റിസർവോയറിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരിമീൻ, വരാൽ എന്നീ മത്സ്യങ്ങൾ വളർത്താൻ തീരുമാനിച്ചത്. 1 കിലോ കരിമീനിന് 450 രൂപയും 1 കിലോ വരാലിന് 350 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്ന വില. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.